ഞെട്ടിച്ച ചീനിക്കുഴി കൂട്ടക്കൊലക്കേസിൽ പ്രതിയായ ഹമീദിന് വധശിക്ഷ. മ്യാൻമറിലെ സൈബർ തട്ടിപ്പ് കേന്ദ്രങ്ങളിൽ നിന്നും ഒളിച്ചുകടന്നവരിൽ 500ഓളം ഇന്ത്യൻ പൗരന്മാരും. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഞെട്ടിച്ച ചീനിക്കുഴി കൂട്ടക്കൊലക്കേസിൽ പ്രതിയായ ഹമീദിന് തൊടുപുഴ അഡീഷണൽ ജില്ലാ കോടതി വധശിക്ഷ വിധിച്ചു. കൂടാതെ 5 ലക്ഷം രൂപ പിഴയും പ്രതി അടയ്ക്കണം. ഹമീദ് കുറ്റക്കാരനാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. 4 പേരെയും ജീവനോടെ വധിച്ച ആളാണ് പ്രതിയെന്നും നിഷ്കളങ്കരായ 2 കുട്ടികളെ പോലും വെറുതെ വിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടിയ പ്രോസിക്യൂഷൻ പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്ന് ശക്തമായി വാദിച്ചു. മ്യാൻമറിലെ കുപ്രസിദ്ധമായ സൈബർ തട്ടിപ്പ് കേന്ദ്രങ്ങളിൽ സൈനിക ഭരണകൂടം നടത്തിയ പരിശോധനകളെ തുടർന്ന് തായ്ലൻഡിലേക്ക് ഒളിച്ചുകടന്നവരിൽ 500ഓളം ഇന്ത്യൻ പൗരന്മാരും. മ്യാൻമറിലെ KK പാർക്ക് സമുച്ചയത്തിലെ ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിന്റെ വലയിലകപ്പെട്ട ഇവരുടെ വിവരങ്ങൾ തായ്ലൻഡ് സർക്കാർ പുറത്തുവിട്ടു. ഇവരെ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ ഇന്ത്യൻ സർക്കാർ ഒരു വിമാനം അയക്കുമെന്ന് തായ്ലൻഡ് പ്രധാനമന്ത്രി അനുദൻ ചരൺവീരാഗുൽ അറിയിച്ചു. PM-3 പദ്ധതിക്കെതിരെ AISF-ഉം AIYF-ഉം കൈക്കൊണ്ട നിലപാടുകൾ തികച്ചും ആശയപരം മാത്രമാണെന്നും സമരവുമായി ബന്ധപ്പെട്ട് മന്ത്രി V ശിവൻകുട്ടിക്ക് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ പ്രസ്താവനയിൽ പറഞ്ഞു. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ശ്ലാഘനീയമായ നേട്ടങ്ങൾ അവകാശപ്പെടുമ്പോഴും നമ്മുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള ജാഗ്രതക്കുറവിനെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ഉണ്ടായത്. സമരങ്ങളിൽ സംഘടനയുടെ പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമായി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിച്ച് കർശന നടപടി സ്വീകരിക്കുമെന്നും TT ജിസ്മോൻ അറിയിച്ചു. ശബരിമലയിലെ ദ്വാരപാലക പാളികയിലെ സ്വർണ്ണ കവർച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റിമാൻഡ് ചെയ്തു. റാന്നി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റും. മമ്മൂട്ടിയുടെ ദീർഘായുസിനും ആരോഗ്യത്തിനും വേണ്ടി കണ്ണൂർ തളിപ്പറമ്പിലെ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ പൊന്നിൻ കുടന്നൽ വഴിപാട് നടത്തി ആരാധകൻ. തിരുവനന്തപുരം സ്വദേശിയായ A ജയകുമാറാണ് വഴിപാട് നടത്തിയത്. ഉത്രം നക്ഷത്രത്തിലായിരുന്നു വഴിപാട്. 2020 ഡൽഹി കലാപം രാജ്യത്ത് ഭരണമാറ്റം കൊണ്ടുവരാനുള്ള അട്ടിമറി ശ്രമങ്ങളുടെ ഭാഗമായിരുന്നുവെന്ന് ഡൽഹി പോലീസ്. തലസ്ഥാന നഗരിയെ പിടിച്ചുകുലുക്കിയ ഈ അക്രമം പെട്ടെന്നുണ്ടായ ജനരോഷമായിരുന്നില്ലെന്നും മറിച്ച് ഇന്ത്യയുടെ പരമാധികാരത്തെ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടുള്ള സംഘടിത അട്ടിമറി ശ്രമങ്ങളുടെ ഭാഗമായിരുന്നുവെന്നുമാണ് ഡൽഹി പോലീസ് പറയുന്നത്. കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ 2024 മുഷ്താഖ് ജേർണലിസം അവാർഡിന് ജനയുഗം ഇടുക്കി ബ്യൂറോ ചീഫ് R സാമ്പൻ അർഹനായി. എവിടെ മറയുന്നു തീജ്വാലകൾ എന്ന തലക്കെട്ടിൽ 2024 സെപ്റ്റംബർ 19 മുതൽ 25 വരെ ജനയുഗം പ്രസിദ്ധീകരിച്ച പരമ്പരയാണ് സാമ്പനെ അവാർഡിന് അർഹനാക്കിയത്. റാപ്പർ വേടന് ജാമ്യ വ്യവസ്ഥയിൽ ഇളവനുവദിച്ച് ഹൈക്കോടതിയിൽ നിന്ന് ആശ്വാസം. കേരളം വിട്ടുപോകരുത് എന്ന വ്യവസ്ഥ ഹൈക്കോടതി റദ്ദാക്കി. ഇതോടെ വേടന് വിദേശത്തേക്ക് യാത്ര ചെയ്യാം. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിലും എംപ്ലോയീസ് പെൻഷൻ സ്കീമിലും അംഗങ്ങളാകാനുള്ള പ്രതിമാസ വേതന പരിധി 25,000 രൂപയാക്കാൻ ഒരുങ്ങി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. 1 കോടിയിലേറെ ആളുകൾക്ക് ഗുണകരമാകുന്ന തീരുമാനമാണിത്. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കർണാടകയിൽ വൻ ഭൂമി കുംഭകോണം നടത്തിയ വാർത്ത പുറത്തുവിട്ട റിപ്പോർട്ടർ TVക്കെതിരെ 100 കോടി രൂപയുടെ മാനനഷ്ട കേസ്. റിപ്പോർട്ട് ഉടമ ആൻഡോ അഗസ്റ്റിൻ ഉൾപ്പെടെ 9 പേർക്കെതിരെ രാജീവ് ചന്ദ്രശേഖറാണ് കേസ് നൽകിയത്. ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.